ജോഷി സംവിധാനം ചെയ്ത പൊറിഞ്ചു മറിയം ജോസിലെ കാട്ടാളൻ പൊറിഞ്ചുവിന്റെ ഓർമ്മകൾ 50 വർഷങ്ങൾക്കിപ്പുറം പൂരനഗരിയിൽ പുനർജനിക്കുകയാണ്. ഒരു കാലത്ത് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയെ വിറപ്പിച്ച ഒറ്റയാനായിരുന്നു കാട്ടാളൻ പൊറിഞ്ചുവെന്ന യഥാർത്ഥ മനുഷ്യൻ. സിനിമയ്ക്ക് പ്രചോദനമായ കാട്ടാളം പൊറിഞ്ചു എന്ന മനുഷ്യൻ വിടവാങ്ങിയിട്ട് കൃത്യം 50 വർഷം തികയുമ്പോഴാണ് ജോഷിയുടെ സിനിമയിലൂടെ ഈ കഥാപാത്രത്തിന് വീരപരിവേഷം ലഭിക്കുന്നത്. 1969 സെപ്റ്റംബർ 20-നായിരുന്നു കാട്ടാളം പൊറിഞ്ചുവിന്റെ മരണം. തൃശൂരിലെ ബസ് പോർട്ടറായിരുന്ന പൊറിഞ്ചു പടിഞ്ഞാറേക്കോട്ട മൂരിച്ചന്തയിലെ ഇറച്ചിവെട്ടുകാരനും ജനകീയനായ പൊതുപ്രവർത്തകനുമായിരുന്നു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാനും ചെയ്യാനും ചങ്കൂറ്റമുള്ള ആൺകുട്ടിയായിരുന്നു പൊറിഞ്ചു. പുലിക്കളിക്ക് വേഷമിടുന്ന, കള്ളടിച്ചാൽ പാട്ടുപാടുന്ന സ്നേഹസമ്പന്നനായ അപ്പനായിരുന്നു പൊറിഞ്ചു എന്ന് മൂത്തമകൾ കുഞ്ഞല അനുസ്മരിക്കുന്നു. അപ്പച്ചന് പാട്ടിനോടും പിന്നെ ഈ അമ്പലത്തിലും പിന്നെ ഇറച്ചിവെട്ടിൻ്റെ ഇതിൽ അങ്ങനെയൊക്കെ അപ്പച്ചൻ്റെ ഭാഗം ഓർമ്മ വരും. 4ൽ പഠിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം എൻ്റെ അപ്പച്ചനെ അറിയണ രീതിയിലുള്ള പ്രായത്തിലാണ് മരിച്ചത്. കിഴക്കേക്കോട്ട സ്വദേശിനിയായ മറിയയും പുത്തമ്പള്ളി ജോസുമെല്ലാം തൃശൂരിൽ ജീവിച്ചിരുന്നവരായിരുന്നുവെങ്കിലും ഇവരുമായുള്ള സൗഹൃദവും പ്രണയവുമെല്ലാം സിനിമയ്ക്ക് വേണ്ടിയുള്ള സാങ്കല്പിക കഥ മാത്രമാണെന്നാണ് കുഞ്ഞലയുടെ പക്ഷം. സിനിമയിലുള്ളതുപോലെ പള്ളിയിൽ പൂട്ടിയിട്ട പുരോഹിതനെ രക്ഷിച്ചതടക്കമുള്ള ഹീറോയിസം സത്യമാണെന്നും അറനാട്ടുകാര പള്ളിയിലെ ആ പുരോഹിതനാണ് പൊറിഞ്ചുവിനെ കാട്ടാളൻ എന്ന വിളിപ്പേര് ചാർത്തി നൽകിയതെന്ന കഥയും പടിഞ്ഞാറേക്കോട്ടയിലെ പഴയ തലമുറ അനുസ്മരിക്കുന്നു. പൊറിഞ്ചുവിനെ 3 മക്കളിൽ മൂത്തവളായ കുഞ്ഞല ലാലൂരിലും രണ്ടാമത്തെ സഹോദരി ഓമന ബാംഗ്ലൂരിലുമാണ്. പൊറിഞ്ചുവിന്റെ മകൻ ജോസ് നേരത്തെ മരിച്ചു. ജോസിന്റെ മകനായ സോജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പൊറിഞ്ചുവിന്റെ യഥാർത്ഥ രൂപം മിക്കവരും കണ്ടത്. 32-ാമത്തെ വയസ്സിലായിരുന്നു പൊറിഞ്ചുവിന്റെ മരണം. അരിമ്പൂരിലെ 4 സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നതിനിടയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞുകയറിയ കാറിടിച്ചാണ് കാട്ടാളൻ പൊറിഞ്ചു മരിച്ചത്. അലങ്കരിച്ച ലോറിയിൽ വിലാപയാത്രയായി മൃതദേഹം പടിഞ്ഞാറേക്കോട്ടയിലെ പോർക്കങ്ങാടിയിൽ പൊതുദർശനത്തിനെത്തിച്ചതും മന്ത്രി ഇമ്പിച്ചി ബാവയടക്കമുള്ള പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചതും കുഞ്ഞലയുടെ ഓർമ്മയിലുണ്ട്. എന്നാൽ 4 സമരത്തിലെ രക്തസാക്ഷിയായ പൊറിഞ്ചുവിനെ പാർട്ടി ആ നിലയിൽ പരിഗണിച്ചില്ലെന്ന് കുഞ്ഞലയുടെ ഭർത്താവ് ബാബു ചൂണ്ടിക്കാട്ടുന്നു. ഇമ്പിച്ചി ബാവ മന്ത്രിയായിരുന്നു, ആള് വന്ന് റീത്ത് വെച്ചു, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്തുകൊണ്ട് കാട്ടാള പൊറിഞ്ചുവിനെ രക്തസാക്ഷിയാക്കിയില്ല എന്നുള്ള ചോദ്യചിഹ്നം ഉയർത്തിയിട്ടുണ്ട്. കഥാകൃത്ത് ലിസിയുടെ വിലാപ്പുറങ്ങൾ എന്ന നോവലിലും ജോഷിയുടെ സിനിമയിലും വീരപുരുഷനായി മാറിയ പൊറിഞ്ചുവിന്റെ കുടുംബത്തെ ആദരിക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ വേദിയൊരുക്കി. സംവിധായകൻ ജോഷിയുടെ സാന്നിധ്യത്തിൽ ചിത്രത്തിലെ മറിയയായി വേഷമിട്ട നൈല ഉഷയാണ് പൊറിഞ്ചുവിന്റെ കുടുംബത്തെ ആദരിച്ചത്. TCV ന്യൂസ്, തൃശൂർ.